കേരളത്തിലെ പ്രഗത്ഭമായ മിക്ക ക്ഷേത്രങ്ങൾക്കും പിന്നിൽ കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഈ ഐതിഹ്യങ്ങൾ നമ്മൾ വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നു, അല്ലെങ്കിൽ ആ ഐതിഹ്യങ്ങൾ അതേപോലെ തുടർന്നു പോരുന്നു. എന്നാൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട്. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പല കഥകളും തെറ്റാണ്, അല്ലെങ്കിൽ സത്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉദാഹരണത്തിന് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പരശുരാമനാണ്, അല്ലെങ്കിൽ ശങ്കരാചാര്യരാണ്, അല്ലെങ്കിൽ വില്ലുമംഗലം സ്വാമിയാരാണ്. ഇങ്ങനെ ചരിത്രം നമ്മൾ തിരക്കി വരുമ്പോൾ ഇവരാരും എവിടെയെങ്കിലും ചെന്നിട്ടില്ല. പക്ഷേ ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചത് ഇവരുമാണ്. അതൊരു വല്ലാത്തൊരു ഐതിഹ്യമായി മാറിപ്പോവും. കാരണം പരശുരാമൻ 108 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ 108 അല്ല, അതിൻ്റെ 3 ഇരട്ടി ക്ഷേത്രങ്ങളുള്ളത്. ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പരശുരാമനാണ്. ഈ പരശുരാമൻ, ഇനി രസകരമായ സംഭവം, മിക്ക ക്ഷേത്രങ്ങളിലും പരശുരാമൻ ചെന്ന് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ പരശുരാമൻ ഉടനെ അങ്ങനെ ക്ഷേത്രം പണിയുകയായിരുന്നു. ക്ഷേത്രം പണിത് അവിടെ പൂജിച്ചിട്ടാണ് അത്ര പരശുരാമൻ പോയത്. നമ്മളെങ്ങനെ ഇതൊക്കെ വിശ്വസിക്കും? അത് വിശ്വാസമോ അവിശ്വാസമോ എന്തുമാവട്ടെ, പക്ഷേ നമ്മളത് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ലൊരു യുക്തി ഉണ്ടാവണം. ആ യുക്തി നമുക്ക് വിശ്വാസയോഗ്യതമാകണം. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞ പൊരുളിലേക്ക് ഓരോ വിശ്വാസിയും ഇറങ്ങി വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഈ ചാനൽ കഴിവതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം.